ദിലീപ് അതിജീവിത വിഷയത്തിൽ വിവിധ സംഘടനകൾ ദിലീപിനെ പല സ്ഥലത്തുനിന്നും മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. സർ, നേരിട്ട് തന്നെ വിഷയത്തിലേക്ക് കിടക്കാം. ദിലീപിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള സാംസ്കാരിക പ്രവർത്തകരെന്ന് സ്വയം പറയുന്ന കുറേ ആൾക്കാർ ഈ രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് വരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ദിലീപിന് സമാനമായ കുറ്റകൃത്യം ചെയ്ത പലരെയും അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതെന്താണ്? വേടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഭാഗ്യലക്ഷ്മി സപ്പോർട്ടും ചെയ്യുന്നു. എന്താണ് സാർ ഇതിൽ നമുക്ക് പറയാൻ പറ്റുക? അതായത് ഈ ദിലീപിൻ്റെ തന്നെ രാമലീല എന്ന് പറഞ്ഞൊരു ചിത്രം പുറത്തിറങ്ങി. അതിൻ്റെ ട്രെയിലറിൽ പോലും ഹിറ്റായ ഒരു ഡയലോഗുണ്ട്. പ്രതി ഞാനാകണമെന്ന് ആർക്കോ തീരുമാനമുള്ളതുപോലെ എന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു ദിലീപിൻ്റെ വോയിസിൽ വന്ന്. ശരിക്കും അതുപോലെ തന്നെയാണ്. ഇതിൽ പ്രതി ദിലീപ് തന്നെ ആകണമെന്ന് ആരൊക്കെയോ ആശിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു വിധി വന്നു, ഇപ്പോൾ ആഴ്ച 1 പിന്നിട്ടിരിക്കുന്നു അല്ലേ? കോടതിയെ വളരെയധികം വിമർശിക്കപ്പെട്ട, കോടതിക്കെതിരെ വളരെയധികം വിമർശന സ്വരങ്ങൾ ഉയർന്ന ഒരു ചർച്ചാ വിഷയം കൂടിയായിരുന്നു ഈ ദിലീപ് വിഷയം. ഇപ്പോൾ ഈ ആദ്യം ദിലീപിനെ വെറുതെ വിടുന്ന കോടതി വിധി വരുന്നു. അതിനുശേഷം ശിക്ഷിക്കപ്പെട്ട, അതായത് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്ന മറ്റൊരു വിധി വരുന്നു. ഈ 2 സംഭവങ്ങളും കഴിഞ്ഞ ഇത്രയും നാളായിട്ടും ഇതിൻ്റെ മറുവശത്തുള്ളവർക്ക് ഇപ്പോഴും അവരുടെ കണ്ണിലെ പ്രധാന കരടെന്ന് പറയുന്നത് ദിലീപാണ്. കാര്യം അവരുടെ തിരക്കഥയിൽ ഇത് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് വളരെയധികം ഈ കണക്കുകൂട്ടലുകൾ നടത്തി എഴുതി ചേർക്കപ്പെട്ട ഒരു പ്രതിയാണ് ദിലീപ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റം എങ്ങനെയായാലും ഇത് ദിലീപ് തന്നെ ആയിരിക്കണം ഇതിലെ പ്രധാന പ്രതി എന്നുള്ളത് ആരുടെയൊക്കെയോ നിർബന്ധ ബുദ്ധിയാണ്. അല്ല, ഇതിന് മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഇതുമായി എന്തെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം കുറച്ചധികം നാളായിട്ട് ഇപ്പോൾ ദിലീപ്, മോഹൻലാൽ ഇങ്ങനെ ചില ബിംബങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ചെയ്ത് മനഃപൂർവ്വം തന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യമേ തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ബന്ധം ഇതിനുണ്ടാകാൻ ഇടയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ സിനിമ ലോബി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടാകുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. പണ്ടൊരു തിരുവനന്തപുരം ലോബിയാണ് മലയാള സിനിമയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സുബ്രഹ്മണ്യ മുതലാളി, മെർലാൻഡ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞാണ് സിനിമ ആലപ്പുഴയിലേക്ക് പോകുന്നത്, നവോദയ അപ്പച്ചൻ്റെ ആ ഒരു രീതിയിലേക്ക്. ഉദയ വരുന്നു. പിന്നെ അങ്ങനെ പിന്നെ അവിടെ നിന്നാണ് തൊട്ടപ്പുറത്ത് എറണാകുളത്തേക്ക് സിനിമ പോകുന്നത്. ഈ സിനിമ എറണാകുളത്തേക്ക് എത്തിപ്പെടുന്നത് മുതൽ സിനിമയുടെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. എന്നും എക്കാലത്തും ഇപ്പോഴും കലാമൂല്യമുള്ള സിനിമകളും വലിയ താരപ്രതിഭയുമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓരോ വർഷവും അവാർഡുകൾ അനൗൺസ് ചെയ്യുമ്പോൾ, ദേശീയ അവാർഡുകൾ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം എത്ര കലാകാരന്മാരെയാണ് ആദരിക്കുന്നതെന്ന് രാജ്യം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പേരെടുത്ത് പറയേണ്ട ഒരുപാട് കലാകാരന്മാരുണ്ട്. മൺമറഞ്ഞു പോയവരുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇതിനൊരു ശാപമായി മാറുന്നത് ഈ പറയുന്ന എറണാകുളത്ത് സിനിമ എത്തിയതിന് ശേഷമുണ്ടായ ഇതിലെ ചില മാറ്റങ്ങളാണ്. ഇത് അവിടെ ഒരു കൂട്ടം മാഫിയകളുടെ കയ്യിലേക്ക് ഈ സിനിമ പോകുന്നു. എറണാകുളത്ത് എത്തിയപ്പോഴും ഈ സിനിമയ്ക്ക് ആദ്യകാലത്തൊന്നും സംഭവിച്ചിരുന്നില്ല. ഇതേ കെട്ടിലും മട്ടിലും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നു ഇല്ലേ? കാര്യം ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, മലയാളം ഫിലിം ഇൻഡസ്ട്രി പണ്ട് കാലത്ത് ഇവിടുത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് നടന്നിരുന്നത് ചെന്നൈയിലാണ്. കോടമ്പക്കത്ത് പോയി കാത്തു കെട്ടിയിരുന്നാണ് സംവിധായകനും പ്രൊഡ്യൂസറും കൂടി അവസാനം ഇതിൻ്റെ ഫിലിം റോളുമായി റിലീസിൻ്റെ ദിവസം രാവിലെ തമ്പാനൂരും അല്ലെങ്കിൽ എറണാകുളം ജംഗ്ഷനിലും ഒക്കെ ട്രെയിനിൽ വന്നിറങ്ങിക്കൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ പോയിട്ട് ഈ പറഞ്ഞ പ്രോസസ്സിങ് എല്ലാം നടത്താൻ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ എറണാകുളത്തും ഒക്കെ ഇതിൻ്റെ ലബോറട്ടറീസ് വന്നിട്ടുണ്ട്, പ്രോസസ്സിങ് ഫിലിം സിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തുടങ്ങുന്ന ചില കിടമത്സരങ്ങൾ ഏത് ഇൻഡസ്ട്രിയിലും അങ്ങനെയാണല്ലോ. ഇപ്പം ബോളിവുഡിൽ നോക്കിയാലും നമുക്കറിയാം ഒരുപാട് മത്സരങ്ങളുണ്ട് അതിനകത്ത്. ചിലർ പൊങ്ങി വരുന്നു, ചിലരെ വലിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്കും കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അത് ചില ഭീകരവാദ ബന്ധങ്ങൾ ദിലീപിന്റെ ഒരു വളർച്ച നമുക്കറിയാമല്ലോ. ദിലീപ് വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തി, ഈ പറയുന്നത് പോലെ ഒരു സാധാരണക്കാരൻ്റെതായ എല്ലാ ദാരിദ്ര്യങ്ങളും അറിഞ്ഞു വളർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. മിമിക്രി കളിച്ച് നടന്ന കാലം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുന്ന് സിനിമയിൽ എത്തിപ്പെടുന്നത് നടനായിട്ടല്ല, ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. കമലിന്റെ 2 അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാൾ ലാൽ ജോസും ദിലീപും. ഉള്ളടക്കം പോലുള്ള മോഹൻലാൽ ചിത്രങ്ങൾക്ക് മോഹൻലാലിന് ഡയലോഗ് റെൻഡർ ചെയ്ത് കൊടുത്തത് ദിലീപാണ്. ഇതൊക്കെ ചരിത്രമാണ്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ കാൽവയ്പ് എന്ന് പറയാൻ
എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ അതികായന്മാരായി നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഇവർക്കൊന്നും ഒരു തടസ്സമാകാതെ, ഇവർക്കൊന്നും ഒരു വിഘാതം ഉണ്ടാക്കാതെ തനി വഴി ഉണ്ടാക്കി അതുവഴി കയറി ഒരു ജനപ്രിയ നായകൻ എന്നുള്ള ഒരു ലേബൽ നേടിയെടുത്ത നടനാണ് ദിലീപ്. ഇതാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ചില ഗ്രൂപ്പുകളെ ദിലീപിന്റെ കണ്ണിലെ കരടാക്കി മാറ്റുന്നത്. അതുമാത്രമല്ല, നടനായി മാറിയെന്ന് മാത്രമല്ല, സിനിമയുടെ മറ്റു മേഖലകളിലേക്കും ദിലീപ് വലിയ ഒരു ഉയർച്ച ഉണ്ടാക്കി. പ്രൊഡക്ഷൻ മേഖലയിലാകട്ടെ, തിയേറ്റർ മേഖലയിലാകട്ടെ, ഡി സിനിമാസ്, പിന്നെ മറ്റ് ബിസിനസ് സംരംഭങ്ങൾ, ദേപുട്ട് പോലുള്ള എറണാകുളം സിറ്റിയുടെ നടുക്ക് നിൽക്കുന്ന സ്ഥാപനം, അങ്ങനെ വലിയൊരു വളർച്ചയാണ് ഇവിടെ ഉണ്ടായത്. ഈ ദിലീപ് സിനിമകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഏത് കൊച്ചുകുട്ടികളെയും കൂട്ടി തിയേറ്ററിൽ പോയി കുടുംബസമേതം ഇരുന്ന് കാണാവുന്ന ചിത്രങ്ങളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ദിലീപ് എന്ന് മാറ്റി നിർത്തപ്പെട്ടോ അന്നാണ് ഇവിടെ അശ്ലീല സാഹിത്യവും അശ്ലീല ചുവയുള്ളതും ദ്വയാർത്ഥ പ്രയോഗമുള്ളതും മാത്രമല്ല ഈ സെൻസറിങ്ങിന് പോലും അധികം വിധേയമാകാണ്ടാത്ത രീതിയിലുള്ള ഡാർക്ക് സബ്ജക്റ്റുകൾ മലയാള സിനിമയിൽ നിറയുന്നത് ഈ ദിലീപ് അകത്ത് പോകുന്നതിന് ശേഷമാണ്, ദിലീപിനെ മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷമാണ്. ഇപ്പൊ ദിലീപിനെ മഹത്വവൽക്കരിക്കുകയല്ല, പുള്ളി ഒരു കുഴപ്പവും ഇല്ലാത്ത ആളാണെന്ന് പറയുകയല്ല. ദിലീപിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ദിലീപ് കാരണമായിട്ടുണ്ട്. അയാൾ ഒരു അഹങ്കാരം കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ ചുരുങ്ങിയ മേഖല കൊണ്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ ചൊൽപ്പടിയിലാക്കി എന്നുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ പിന്നീട് കിട്ടി. എന്തായാലും ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നവരും ഇത്തരം വിരോധങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നവരുമെല്ലാം ഒരു പ്രശ്നം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാര്യം വരുന്നതും ഇത് ദിലീപിൻ്റെ മേൽ തന്നെ ചാർത്തുകയും ഇത് എല്ലാവരും കൂടെ ദിലീപിനെ പ്രതിയാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇപ്പോഴും പലരും പറയുന്നുണ്ട്, നിയമത്തിൻ്റെ മുന്നിൽ പണം വാരി എറിഞ്ഞാണ് ദിലീപ് പോകുന്നത് എന്നൊക്കെ. എങ്കിൽ ദിലീപിന് ഇത് നേരത്തെ ആവാമായിരുന്നു. കാര്യം അന്നും കുറെ ദിവസം ജയിലിൽ കിടന്നതാണ്, എല്ലാവരും കണ്ടതാണ്. 90 ദിവസത്തിൽ അത് അന്ന് ഇന്നുള്ളതിനേക്കാളും സമ്പാദ്യം ദിലീപിനുണ്ട്. കാര്യം ഇപ്പോൾ ദിലീപിന് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം. അന്ന് ഇതിൽ നിന്ന് സമ്പാദ്യമുള്ള ഒരാളാണ് ദിലീപ്. ദിലീപ് വിചാരിക്കുന്ന കാര്യം എറണാകുളം സിറ്റിയിൽ എവിടെ വേണമെങ്കിലും നടത്തിയെടുക്കാൻ കൽപ്പുള്ള ഒരാൾ കൂടിയായിരുന്നു. എന്തുകൊണ്ടന്ന് നടന്നില്ല? അപ്പോൾ അതൊരു വല്ലാത്ത ചിത്രപ്പൂട്ടിട്ടാണ് അന്ന് ദിലീപിനെ പൂട്ടിയത്. ഈ ദിലീപ് തന്നെ ഈ വിധി വന്ന ദിവസം പുറത്തിറങ്ങി പറഞ്ഞല്ലോ, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ കിങ്കരന്മാരും ചേർന്നൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. അത് തന്നെയാണ് ഹരി അവിടെ നടന്നത്. അല്ല, സത്യത്തിൽ അപ്പം അവര് ടാർഗറ്റ് ചെയ്ത വനിതാ ഉദ്യോഗസ്ഥരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഇപ്പം ദിലീപിനെയും മോഹൻലാലിനെയും ഒക്കെ ഇപ്പം നമ്മൾ നേരത്തെ മുൻ സൂചിപ്പിച്ച പോലെ ഒരു ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഭീകരവാദ പ്രവർത്തനം അടക്കമുള്ള ഭീകരവാദ ലക്ഷ്യങ്ങൾ, ഭീകരവാദം എന്ന് പറയുന്നില്ല, തീവ്രവാദം അടക്കമുള്ള മതസങ്കുചിതവാദത്തിന്റെ ചിന്തകൾ പരത്തുന്ന പല ആൾക്കാർക്കും ഇതിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. കാരണം ഹിന്ദു മതവുമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്ന ചില സിനിമകൾ, ഹിന്ദു ആചാരങ്ങളെ താറെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സിനിമകൾ, മോഹൻലാൽ ഒരു സോ കോൾഡ് അപ്പർ കാസ്റ്റ് സെക്റ്റിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന സിനിമകൾ, അതോടൊപ്പം തന്നെ ദിലീപ് എന്ന ഒരു മാർക്കറ്റിങ്ങിലും എല്ലാ മേഖലകളിലും സജീവമായി ഒറ്റയ്ക്ക് സിനിമയെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള ഒരാൾ, അയാൾ കൂടി ഇതിൽ നിന്ന് അപ്രത്യക്ഷമായാൽ മാത്രമേ സിനിമാ മേഖലയിൽ ഇവരുടെ ഒരു അപ്രമാദിത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വലിയ ലോബികൾ സജീവമാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില പ്രത്യേക അതാണ് ഹരി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ 2018 ശേഷമാണ് മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള സജീവമായ മാറ്റങ്ങൾ മൊത്തം വരുന്നത്. ഇല്ലേ? സിനിമ ഇൻഡസ്ട്രി ഇന്നിപ്പോ ആപ്പാടെ മാറിയിരിക്കുന്നു. ഇപ്പം വലിയ താരങ്ങളുടെ സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സിനിമകളൊക്കെ വലിയ നിഗൂഢതകളിലാണ് ഷൂട്ട് ചെയ്യുന്നത് പോലും. അവർക്കിഷ്ടമുള്ള സമയം ഷൂട്ട് ചെയ്യുന്നു. പലപ്പോഴും നായികയും നായകനും സംവിധായകനും ക്യാമറമാനും മാത്രമായിരിക്കും. അർദ്ധരാത്രികളിലേക്ക് ഷൂട്ട് നീളുന്ന ഒരു ഷെഡ്യൂളൊന്നുമില്ല ഇവർക്ക് പ്രത്യേകിച്ച്. കാര്യം ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സിനിമാ സെറ്റ് എന്ന് പറയുന്നത് അവിടെയൊക്കെ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ടാവും. ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര സമയം വരെ, ചിലപ്പോൾ ഒരു 1-2 മണിക്കൂർ അധികമായേക്കാം റീടേക്ക് ഒക്കെ പോകുമ്പോൾ. അതിനപ്പുറം ആർട്ടിസ്റ്റുകൾ അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ സംവിധായകരും തയ്യാറാകാറില്ല. ഇന്നിപ്പോൾ ഈ പറയുന്ന പാതിരാത്രി വരെയും അതിനപ്പുറമൊക്കെ ചെയ്യാനുള്ള എനർജി അവരുടെ ബോഡിയിൽ എവിടെ നിന്ന് കിട്ടുന്നു? മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ നടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, മലയാള സിനിമയിൽ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് സുലഭമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഡ്രഗ്സ് എന്താ പറയുക വ്യവഹരിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി, പ്രത്യേകിച്ചും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രി. അല്ല, അത് മാത്രമല്ല, ഇതിൽ നിന്ന് ലഭിക്കുന്ന പൈസ, ഇതിൽ നിന്ന് ലഭിക്കുന്ന, ഇപ്പം നമ്മൾ മുംബൈയിലൊക്കെ ഡി കമ്പനികളെ കുറിച്ചൊക്കെ
ഒക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ നിന്ന്, അതായത് ഇത്തരം സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യം അവരെങ്ങോട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനൊരു സമഗ്രമായ ഇല്ല, ഇവിടെ മഞ്ഞുമേൽ അതിന് ബോയ്സ് എന്ന് പറഞ്ഞൊരു ചിത്രത്തിനെ ആവശ്യമില്ലാതെ ഊതി പെരുപ്പിച്ചിട്ട് അവസാനം ED വന്നപ്പോ സത്യാവസ്ഥ പുറത്തു വന്നില്ലേ? അതെ അതെ ഇല്ലേ? അതെ അന്ന് കണ്ടതല്ലേ അതെ സത്യം. അതെ പിന്നെ കോവിഡിനെ മറയാക്കിക്കൊണ്ട് ഒരുപാട് OTT ചിത്രങ്ങൾ, OTTയിൽ വലിയ ഹൈപ്പ് നേടിയിട്ട് അതെ OTTയിൽ ഇത്ര കളക്ഷൻ കിട്ടി, അല്ലെങ്കിൽ OTT ഇത്ര വ്യൂവേഴ്സ് കിട്ടി എന്ന് പറഞ്ഞ് ഇവിടെ ഈ എന്താ പറയാ, ഡിമോണിറ്റൈസേഷന് ശേഷം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി നടക്കാതിരുന്ന സമയത്താണ് ഈ കോവിഡ് വന്നു വീഴുന്നത്. അത് ഇവരെ പോലുള്ളവർക്ക് വലിയ അനുഗ്രഹമായി മാറി. ഈ OTT കാണിച്ചുകൊണ്ട്, കണക്കുകൾ കാണിച്ചുകൊണ്ട് ഈ ഇതിനെ ബ്ലാക്ക് വൈറ്റ് ആക്കി മാറ്റാനുള്ള ഒരു വലിയ ഇടനിലമായി മാറിയത്. ഇത്തരം ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, ഉം. അവരെ ഇവര് ഒരു രീതിയിലും ഇതിൽ കേസിൽപ്പെടുത്താൻ തയ്യാറാവില്ലെന്ന് മാത്രമല്ല അവർക്ക് അവാർഡുകൾ കൊടുക്കുന്നു. ഇപ്പൊ അതെ. വേടന്റെ വിഷയം, അതെ. വേടൻ ഇപ്പോ ഇതേ സമാനമായ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ട് വേടൻ ചെയ്ത കുറ്റകൃത്യത്തെ ഹൈലൈറ്റ് ചെയ്യാൻ അല്ല, ഞാൻ ശ്രമിക്കുന്നു? ചോദിക്കട്ടെ, ഇന്നലെ ഇപ്പോൾ ഒരു വീട്ടമ്മ ഒരു ബസ്സിൽ ദിലീപിന്റെ സിനിമ ഇട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയല്ലോ. ആ ബസ്സിൽ വേടന്റെ പാട്ടിട്ട് അവർ ഇറങ്ങി പോകുമായിരുന്നു. അതെ 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 ഇതൊരു പൊതു വസ്തുവല്ലേ ബസ് എന്ന് പറയുന്നത്? അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊന്നുമല്ലല്ലോ. അതെ ഇനി ഞാൻ ചോദിക്കട്ടെ, അത്രയ്ക്ക് തൻ്റെ ഇടമുള്ളവരാണെങ്കിൽ പൊതുസ്ഥലത്ത് ഈ 21-ാം തീയതി ദിലീപിന്റെ പുതിയ പടം ഇറങ്ങുന്നുണ്ട്, ഭബ്ബ. അതെ അത് പോയി തടയണം അവർ. ചങ്കൂറ്റമുള്ള ലേഡിയാണെങ്കിൽ, കേരളത്തിലെ ചങ്കൂറ്റമുള്ള ലേഡിയാണെങ്കിൽ തത്വമയി കൂടെ നിൽക്കാം അവരെ കൂടെ. അതെ ചങ്കൂറ്റമുള്ള സ്ത്രീ ആണെങ്കിൽ അവർ പോയി അതിന്റെ ആദ്യ പ്രദർശനം തടയണം. അതെ അല്ല, ഇതൊരു ഗിമിക്സ് ആണ്. ഇത്തരം ചില ഗിമിക്കുകൾ. അല്ല, ഇതൊരു ഗിമിക്സ് മാത്രമല്ല, ഇത് പ്രീ പ്ലാൻഡ് PR വർക്ക് എന്ന് അതെ പറയാം. അതെ തീർച്ചയായിട്ടും പ്രീ പ്ലാൻഡ് PR വർക്കാണ് ഇത്. ഇങ്ങനെ ഒരു സംഭവം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിക്കാം. അതെ അതെ അല്ല, ഇത്തരം ഇപ്പോൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയിലെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ നേരിട്ട് നിന്നൊരു പീഡന ശ്രമം ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് നേരിട്ട് ആ സ്ത്രീക്ക് ചാടി വീഴുകയായിരുന്നു. ഇങ്ങനെ ഈ സിനിമയ്ക്കകത്ത് പല പീഡന വീരന്മാരും ഉണ്ട്. ആ വീരന്മാരെയൊക്കെ ഇവർക്ക് നേരിട്ട് അറിയും. ഒരു ഈ പറയുന്ന സോക്കോൾഡ് ഫെമിനിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം ആൾക്കാരടുത്തെല്ലാം ഇവർ സമ്പർക്കം പുലർത്തുന്നുമുണ്ട്. ഭാര്യയും ഭർത്താവും ചേർന്നിരുന്ന് MDMA വിൽക്കുന്ന അതെ അതെ ചില സംവിധായക കുടുംബങ്ങളൊക്കെ തന്നെയുണ്ട്. മത്തി അപ്പം ഫാമിലികൾ. അതെ അത്തരത്തിലുള്ള ഒരു രംഗങ്ങളെല്ലാം കൊഴുപ്പിടി വളരെ അല്ല, വലിയ രീതിയിൽ വളർന്നു വരുമ്പോൾ ഇടക്കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ പല ചിത്രങ്ങളും പുറം രാജ്യങ്ങളിൽ ചിത്രീകരിച്ചവയാണ്. അതെ എന്തിനാണ് എന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു അതെ ഈ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്താലും ഇതൊക്കെ മതി എന്ന് മതി തോന്നും. എന്നാ പക്ഷെ എന്തുകൊണ്ട് ഈ സിനിമ മറു രാജ്യത്ത് ഷൂട്ട് ചെയ്യേണ്ടി വന്നു? കാര്യം ഇവരുടെ ബിസിനസ് നടക്കണം. അതെ അതിലൊക്കെ ഒരു അന്വേഷണം എന്തുകൊണ്ട് ഇവർ ആവശ്യപ്പെടുന്നില്ല? അതെ അപ്പോൾ തിരിച്ചൊരു അന്വേഷണം ഈ അന്വേഷണം കൃത്യമായ രീതിയിൽ പ്രോപ്പർ വേയിൽ തിരിഞ്ഞൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറാവുന്ന ഇതിന്റെ പ്രശ്നമേ പിന്നിൽ ഉള്ളൂ. അത് ശക്തമായ മാത്രമല്ല, ഈ ഹരി ആദ്യം പറഞ്ഞതുപോലെ മോഹൻലാൽ, ദിലീപ്, ഉണ്ണി മുകുന്ദൻ, ഇവരൊക്കെ സുരേഷ് ഗോപി, അതെ ഇവരൊക്കെ എല്ലാ കാലത്തും ടാർഗറ്റഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഹിന്ദു ആയതുകൊണ്ട് അതെ മാത്രം. അതെ 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 തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന വാര്യൻ കുന്നനെ പോലുള്ള, അതെ. വാര്യൻ കുന്നൻ സിനിമ ചെയ്യാൻ പോകുന്ന തയ്യാറെടുത്ത അതെ, അതെ. പൃഥ്വിരാജ് സുമാരനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഗൂഢപദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഹിന്ദുക്കൾ സേഫാണ്. അല്ല, അത് പഴയ ജിഹാദി നയം തന്നെ. ഒന്നുകിൽ ഞങ്ങളുടെ അടിമയായി, ഉം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ മതം മാറിക്കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ആ ഒരു ടാർഗറ്റാണ് ഇതിന്റെ പിന്നിൽ എന്നതാണ് എനിക്ക് സത്യത്തിലൊരു സംശയമായി അതെ അതെ തോന്നുന്നത്. അതെ. അല്ല, വലിയ ഗൂഢാലോചന ഇതിനെ പിന്നിലുണ്ട്. എന്തായാലും ഈ തീർച്ചയായും ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ആളുകളിൽ എവിടെയെങ്കിലും വെച്ച് ഇതിനൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാം, വരുന്ന ആളുകളിൽ തെളിയിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. തെളിയിക്കപ്പെടാം. നമസ്കാരം. നമസ്കാരം.